സുഹൃത്തുക്കളെ, ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയിലെ ഏറ്റവും വലിയ 5 കുടുംബ ബിസിനസ് ഗ്രൂപ്പുകൾ രാജ്യത്തെ ബിസിനസ് വരുമാനത്തിൻ്റെ 60% നിയന്ത്രിക്കുന്നുണ്ടോ? ലിബറലൈസേഷന് ശേഷം വിപണിയിൽ മത്സരം വർദ്ധിച്ചിട്ടും ഇന്ത്യയിലെ ഏതാനും വലിയ കുടുംബ ബിസിനസ് ഗ്രൂപ്പുകളുടെ ആധിപത്യം കുറയുന്നില്ല എന്നാണ് ലോകബാങ്ക് പ്രസിദ്ധീകരിച്ച ഒരു പുതിയ പഠനം പറയുന്നത്. ബിസിനസ് ഗ്രൂപ്പ്സ് കോൺസെൻട്രേഷൻ ആൻഡ് മാർക്കറ്റ് പവർ ഇൻ ഇന്ത്യ എന്ന പേരിലുള്ള ഈ പഠനം ഓഗസ്റ്റ് 10 വേൾഡ് ബാങ്ക് എക്കണോമിക് റിവ്യൂവിൽ പ്രസിദ്ധീകരിച്ചതാണ്. സൈമൺ കമാൻഡർ, സോൾ എസ്ട്രീൻ, നവീൻ ജോസഫ് തോമസ്, വരുൺ ലിങ്കിനനി എന്നിവർ ചേർന്നാണ് പഠനം നടത്തിയത്. 2001 മുതൽ 2020 വരെയുള്ള 2 പതിറ്റാണ്ടിലെ ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയാണ് പഠനം പ്രധാനമായും പരിശോധിച്ചത്. ഇന്ത്യയിലെ 5 വലിയ കുടുംബ ബിസിനസ് ഗ്രൂപ്പുകൾ റിലയൻസ്, അദാനി, ബിർള, OP ജിൻഡാൽ, ടാറ്റ ചേർന്ന് 2001 മുതൽ 2020 വരെ രാജ്യത്തെ ബിസിനസ് വരുമാനത്തിൻ്റെ 60%-ലേറെ നിയന്ത്രിച്ചിരുന്നുവെന്നാണ് പഠനത്തിലെ പ്രധാന കണ്ടെത്തൽ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ വിപണി കൂടുതൽ തുറന്നു, വിദേശ കമ്പനികൾ വന്നു, സ്വകാര്യ മേഖലയുടെ മത്സരം വർദ്ധിച്ചു, സർക്കാർ നിയന്ത്രണം കുറച്ചു. പക്ഷേ മത്സരം വർദ്ധിച്ചിട്ടും ഏറ്റവും വലിയ കുടുംബ ബിസിനസ് ഗ്രൂപ്പുകളുടെ ആധിപത്യം ഇല്ലാതായില്ല. പഠനം പ്രധാനമായും 2 കാര്യങ്ങളാണ് പരിശോധിച്ചത്. ഒന്ന്, വിവിധ വ്യവസായ മേഖലകളിലെ വിപണി എത്രത്തോളം ഏതാനും കമ്പനികളുടെ കൈകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നത്. 2, ഈ വലിയ ബിസിനസ് ഗ്രൂപ്പുകൾ പുതിയ മേഖലകളിലേക്ക് കടന്ന് അവരുടെ സ്വാധീനം എങ്ങനെ വിപുലീകരിച്ചു എന്നത്. ഈ 5 ഗ്രൂപ്പുകളെയും പ്രത്യേകം പരിശോധിക്കുമ്പോൾ ചില വ്യത്യാസങ്ങളും കാണാം. റിലയൻസും അദാനി ഗ്രൂപ്പും ഇന്ത്യയിലെ മൊത്തം ബിസിനസ് വരുമാനത്തിൽ കുറഞ്ഞത് 20% വീതം പങ്ക് പല ഘട്ടങ്ങളിലും നിലനിർത്തിയിരുന്നു. ജിൻഡാൽ ഗ്രൂപ്പിൻ്റെയും ടാറ്റ ഗ്രൂപ്പിൻ്റെയും വരുമാന പങ്ക് കാലക്രമത്തിൽ ഉയർന്നെങ്കിലും അത് 10% താഴെയായിരുന്നു. അതേസമയം ബിർള ഗ്രൂപ്പിൻ്റെ മൊത്തം വരുമാനത്തിലെ പങ്ക് ഈ കാലയളവിൽ ക്രമേണ കുറഞ്ഞു. എന്നാൽ അവരുടെ ബിസിനസ് പല മേഖലകളിലും ശക്തമായി കേന്ദ്രീകരിച്ചു തന്നെ തുടർന്നു. ഇവിടെ ഒരു വിരോധാഭാസമുണ്ട്. ലിബറലൈസേഷന് ശേഷം ഇന്ത്യയിലെ വിപണി കേന്ദ്രീകരണം മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പഠനം പറയുന്നത്. അതായത് മത്സരം വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് വലിയ കുടുംബ ബിസിനസ് ഗ്രൂപ്പുകളുടെ ആധിപത്യം അവസാനിച്ചിട്ടില്ല. 2020 ഇന്ത്യയുടെ GDP-യുടെ 15%-ലേറെയായിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ 25 കുടുംബ ബിസിനസ് ഗ്രൂപ്പുകളുടെ വരുമാനം. മറ്റൊരു ശ്രദ്ധേയമായ കണ്ടെത്തലും പഠനത്തിലുണ്ട്. ഈ വലിയ ബിസിനസ് ഗ്രൂപ്പുകളുടെ പട്ടികയിൽ വലിയ മാറ്റമുണ്ടായിട്ടില്ല. അഥവാ ലിബറലൈസേഷനും കടുത്ത മത്സരവും ഉണ്ടായിട്ടും വലിയ കുടുംബ ബിസിനസ് ഗ്രൂപ്പുകൾ തങ്ങളുടെ സ്ഥാനങ്ങൾ നിലനിർത്തി. ഇവയിൽ അദാനിയും റിലയൻസിനെയും കുറിച്ച് പഠനം ഒരു രാഷ്ട്രീയ സാമ്പത്തിക ചോദ്യവും ഉയർത്തുന്നുണ്ട്. ഈ ഗ്രൂപ്പുകൾക്ക് രാഷ്ട്രീയ നേതാക്കളുമായുള്ള അടുത്ത ബന്ധം ഉപയോഗപ്പെടുത്താനും സർക്കാരിൻ്റെ നയങ്ങളും അതിലെ പോരായ്മകളും മുതലെടുക്കാനും കഴിയുന്നുവെന്ന ധാരണ വ്യാപകമാണെന്ന് പഠനം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് വളരെ ഗൗരവമുള്ള നിരീക്ഷണമാണ്. കാരണം ഒരു സമ്പദ് വ്യവസ്ഥയിൽ മത്സരം ഉണ്ടാകണമെങ്കിൽ എല്ലാവർക്കും ഒരേ അവസരം ലഭിക്കണം. എന്നാൽ ചില കമ്പനികൾക്ക് രാഷ്ട്രീയ ബന്ധങ്ങളിലൂടെയോ നയപരമായ ആനുകൂല്യങ്ങളിലൂടെയോ പ്രത്യേക നേട്ടം ലഭിച്ചാൽ മത്സരം സ്വാഭാവികമായും ദുർബലമാകും. പഠനം മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട്. ഇന്ത്യയിലെ വിപണി കേന്ദ്രീകരണം കുറഞ്ഞത് പ്രധാനമായും പൊതുമേഖലയുടെ വലിപ്പം കുറഞ്ഞതിൻ്റെ ഫലമായാണ്. സ്വകാര്യ മേഖലയിലും കുടുംബ ബിസിനസ് ഗ്രൂപ്പുകൾക്കിടയിലും കേന്ദ്രീകരണം ചില അളവിൽ കുറഞ്ഞിട്ടുണ്ട്. വിവിധ വ്യവസായ മേഖലകളിൽ കുറഞ്ഞ കേന്ദ്രീകരണമുള്ള മേഖലകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനിടയിലും വലിയ 5 കുടുംബ ബിസിനസ് ഗ്രൂപ്പുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഏകദേശം 74% വ്യവസായ ഉപമേഖലകളിലും ആ 5 ഗ്രൂപ്പുകൾ ചേർന്ന് പകുതിയിലേറെ വരുമാനം നിയന്ത്രിച്ചിരുന്നതായി പഠനം കണ്ടെത്തി. അതായത് വിപണി കൂടുതൽ മത്സരാധിഷ്ഠിതമായതായി തോന്നുമ്പോഴും പല പ്രധാന മേഖലകളിലും വലിയ കമ്പനികളുടെ ശക്തമായ സാന്നിധ്യം തുടരുന്നു. ഇവരുടെ വളർച്ചയുടെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് വൈവിധ്യവൽക്കരണം. ഇപ്പോൾ 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടങ്ങളിൽ കുടുംബ ബിസിനസ് ഗ്രൂപ്പുകൾ വളരെ വേഗത്തിൽ പുതിയ മേഖലകളിലേക്ക് കടന്നു. ഒരു മേഖലയിൽ മാത്രം ബിസിനസ് നടത്തുന്നതിന് പകരം വിവിധ മേഖലകളിൽ ഒരേ സമയം ബിസിനസ്സുകൾ സ്ഥാപിച്ചു. ഇത് ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പിന് കൂടുതൽ സാമ്പത്തിക ശക്തിയും വിപണി സ്വാധീനവും നൽകുന്നു. പഠനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തലുകളിൽ ഒന്നാണ് മാർക്കപ്പ് സംബന്ധിച്ച നിരീക്ഷണം. ഒരു കമ്പനി ഉൽപാദന ചെലവിനേക്കാൾ എത്ര അധിക വിലയ്ക്ക് ഉൽപ്പന്നമോ സേവനമോ വിൽക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടതാണ് മാർക്കപ്പ്. 2000 മുതൽ 2013 വരെ കുടുംബ ബിസിനസ് ഗ്രൂപ്പുകളുടെ മാർക്കപ്പ് ചെറിയ തോതിൽ കുറഞ്ഞു. എന്നാൽ അതിനുശേഷം അത് വേഗത്തിൽ ഉയർന്നു. ഈ വർധന
വ്യവസായ മേഖലകളിലെ വിപണി കേന്ദ്രീകരണത്തിന്റെ വർധനവുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇവിടെ പഠനത്തിന്റെ എഴുത്തുകാർ ഒരു പ്രധാന സാധ്യത മുന്നോട്ട് വയ്ക്കുന്നു. ഇതിന് രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനങ്ങളും ഉണ്ടായിരിക്കാം. ഇപ്പം 2000 മുതൽ 2013 വരെയുള്ള കാലയളവിൽ ചില വലിയ ബിസിനസ് ഗ്രൂപ്പുകളെ ദേശീയ ചാമ്പ്യന്മാർ എന്ന നിലയിൽ സർക്കാർ പ്രോത്സാഹിപ്പിച്ച നയം വിപണി കേന്ദ്രീകരണം വർദ്ധിപ്പിക്കാൻ കാരണമായിരിക്കാമെന്നും പഠനം പറയുന്നു. അതിനാൽ ചോദ്യം ഇതാണ്: രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കായി വലിയ കമ്പനികളെ വളർത്തുന്നത് മാത്രം മതിയോ? അല്ലെങ്കിൽ വിപണിയിൽ മത്സരം ഉറപ്പാക്കാൻ സർക്കാർ കൂടുതൽ ശക്തമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരേണ്ടതുണ്ടോ? ലോകബാങ്ക് പഠനം പറയുന്നത് നിലവിലെ പൊതുനയങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഇതുവരെ പരിമിതമായ വിജയം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. പ്രശ്നം മത്സരം കുറയുന്നതിൻ്റെ മാത്രം ഒതുങ്ങുന്നില്ല. വലിയ ബിസിനസ് ഗ്രൂപ്പുകൾ ഒരിക്കൽ ശക്തമായ സ്ഥാനം ലഭിച്ചാൽ പുതിയ കമ്പനികൾക്ക് വിപണിയിൽ പ്രവേശിക്കുന്നത് ബുദ്ധിമുട്ടാകും. അത് മത്സരത്തെ മാത്രമല്ല, പുതിയ ആശയങ്ങളെയും നവീകരണത്തെയും ബാധിക്കാം. അതുകൊണ്ട് ഇന്ത്യക്ക് പുതിയ നയങ്ങൾ ആവശ്യമാണെന്നാണ് പഠനത്തിൻ്റെ നിർദ്ദേശം. കുടുംബ ബിസിനസ് ഗ്രൂപ്പുകൾക്ക് ലഭിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും വിപണിയിലെ അവരുടെ ശക്തമായ സ്ഥാനവും നിയന്ത്രിക്കാൻ കൂടുതൽ ഫലപ്രദമായ സംവിധാനങ്ങൾ വേണം. ചില രാജ്യങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിരോധനങ്ങളും അധിക നികുതികളും ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവ എല്ലായ്പ്പോഴും ഫലപ്രദമല്ലെന്നാണ് അനുഭവം. അതുകൊണ്ട് പഠനം കൂടുതൽ ശക്തമായ ഒരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു. ഒരു ബിസിനസ് ഗ്രൂപ്പിനെ ഒരു പ്രത്യേക വിപണിയിൽ കൈവശം വയ്ക്കാവുന്ന പരമാവധി വിപണി വിഹിതത്തിന് പരിധി നിശ്ചയിക്കാമോ എന്ന് പരിശോധിക്കണം. ഒരു ഗ്രൂപ്പ് ആ പരിധി മറികടന്നാൽ അതിൻ്റെ ചില ബിസിനസ്സുകൾ വിറ്റഴിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാകണം. അത് വളരെ കടുത്ത നടപടിയായിരിക്കും. പക്ഷേ അതിലൂടെ ഒരു അടിസ്ഥാന ചോദ്യം ഉയരുന്നു: ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ എത്രത്തോളം സാമ്പത്തിക ശക്തി ഏതാനും കുടുംബങ്ങളുടെ കൈകളിൽ കേന്ദ്രീകരിക്കാം? വിപണി സ്വതന്ത്രമാകുമ്പോൾ മത്സരം ഉണ്ടാകുമെന്ന് ലിബറലൈസേഷൻ്റെ വക്താക്കൾ പറഞ്ഞിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിന് അനുഭവം മറ്റൊരു ചിത്രം കാണിക്കുന്നുണ്ടല്ലോ. വിപണി തുറന്നിട്ടും ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ഏതാനും വലിയ കുടുംബ ബിസിനസ് ഗ്രൂപ്പുകളുടെ കൈകളിൽ തന്നെ തുടരുകയാണോ? ഇതാണ് ലോകബാങ്കിൻ്റെ ഈ പഠനം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനാൽ ചർച്ച റിലയൻസ്, അദാനി, ടാറ്റ, ബിർള, ജിൻഡാൽ എന്നീ പേരുകളിൽ മാത്രം ഒതുങ്ങേണ്ടതില്ല. യഥാർത്ഥ ചോദ്യം അതിനും അപ്പുറത്താണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ മത്സരം എത്രത്തോളം യഥാർത്ഥമാണ്? വിപണിയിലെ അവസരങ്ങൾ എല്ലാവർക്കും തുല്യമാണോ? സർക്കാർ നയങ്ങൾ വലിയ കമ്പനികളെ മാത്രം ശക്തിപ്പെടുത്തുന്നുണ്ടോ? അതിലും പ്രധാനമായി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഏതാനും വലിയ ബിസിനസ് കുടുംബങ്ങളുടെ വളർച്ചയ്ക്കായി ചുരുങ്ങുകയാണോ? അത് സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിനും അതിൻ്റെ നേട്ടം ലഭിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെയാണ് ഇന്ത്യയുടെ ഭാവിയിലെ സാമ്പത്തിക നയത്തിൻ്റെ ദിശ തീരുമാനിക്കുക.